യമനിലെ ഹൂതി താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ ആക്രമണം തുടരുന്നു. വടക്കൻ ഗസയ്ക്കുള്ള 70% മാനുഷിക സഹായ ദൗത്യങ്ങളും ഇസ്രായേൽ നിരസിച്ചതായി UN അറിയിച്ചു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും ഇറാനും നയതന്ത്ര ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കാൻ ധാരണയിലെത്തി. ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് യമനിലെ ഹൂതി താവളങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണം. ഹൂതികൾ ചെങ്കടലിലെ ആക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. വടക്കൻ ഗസയ്ക്കുള്ള 70% സഹായവും ഇസ്രായേൽ നിഷേധിച്ചതായി UN വ്യക്തമാക്കി. ജനുവരി ആദ്യ പകുതിയിൽ വടക്കൻ ഗസ മുനമ്പിലേക്കുള്ള 29 മാനുഷിക സഹായ ദൗത്യങ്ങളിൽ 7 മാത്രമാണ് ഇസ്രായേൽ അംഗീകരിച്ചത്. 95% ഇന്ധന മരുന്ന് വിതരണ ശ്രമങ്ങളും നിരസിച്ചുവെന്ന് UN വ്യക്തമാക്കി. ലെബനൻ അതിർത്തിയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ തുടർന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖ് അമേരിക്കൻ ആളില്ലാ വിമാനം വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ തുടർന്നുണ്ടായ നയതന്ത്ര തർക്കം പരിഹരിക്കാൻ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ധാരണയായി. പാക് വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ഗിലാനിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സംഘർഷം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.